പേരാമ്പ്രയിലെ സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ് തന്നെയെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. എല്ലാം ഷഫി പറമ്പിൽ MPയെ തകർക്കാനുള്ള ശ്രമമെന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു. ഏറ്റവും അവസാനമായി വന്ന നടപടി ഷാഫി പറമ്പിലിനെയും എന്നെയൊക്കെ പ്രതിയാക്കി കേസെടുത്തു. അതിലുപരിയായി ഏതോ ഒരു UDF പ്രവർത്തകന്റെ പേരിൽ സ്ഫോടക വസ്തു എറിഞ്ഞതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു. സ്ഫോടക വസ്തു എറിഞ്ഞതിൻ്റെ വിഷ്വലുണ്ട് എന്നാണ് അത്ര പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം, ഞങ്ങൾ പറയുന്നൊരു കാര്യം, ആ സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്ന ഉപയോഗിച്ച സ്ഫോടക വസ്തു അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു കൊണ്ടുവന്ന് പോലീസ് തെളിയിക്കണം. YS അഭിനന്ദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ, വിവരങ്ങൾ. കൃഷ്ണ, പേരാമ്പ്ര പോലീസ് മർദ്ദനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഷാഫി പറമ്പിലിനെ പ്രവർത്തകരെയും പ്രതിയാക്കിക്കൊണ്ടായിരുന്നു പേരാമ്പ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നുള്ള ആരോപണത്തിലായിരുന്നു ഇന്നലെ കേസ് ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിലേക്കായിരുന്നു റൂറൽ പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. അതിലാണ് ഇപ്പോൾ വിശദീകരണവുമായിട്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പ്രവർത്തകരും അതിർത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ടില്ല എന്ന് കടുപ്പിച്ചു പറയുകയാണ്. പിന്നിൽ വന്നത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായ തിരക്കഥ, അത് പോലീസ് അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രവൃത്തി മാത്രമാണെന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഒരു തരത്തിലുള്ള സ്ഫോടക വസ്തുവും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനകത്തൊന്നും കൃത്യമായി തന്നെ പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ സ്ഫോടക വസ്തുക്കൾ പോലീസ് നേരെ എറിഞ്ഞിട്ടില്ല. അത്തരത്തിലേക്ക് പറഞ്ഞത് വ്യാജമായ തിരക്കഥയുടെ ഭാഗമാണെന്ന് ആവർത്തിക്കുകയാണ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. ഒപ്പം തന്നെ ഈ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്നും അഭിനന്ദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.